കാസർഗോഡും കണ്ണൂരും കടന്ന് ചുരം കയറുകയാണ് മാതൃഭൂമി ന്യൂസ് റോസ് ബ്രാൻഡ് KBQ ബിരിയാണി ഫെസ്റ്റ്. ഹരീഷാണ് അവിടെ നിന്ന് വിവരങ്ങളുമായുള്ളത്. ഹരീഷ്, വയനാട്ടിലേക്ക് എത്തുമ്പോൾ രുചിയും ചുരം കയറുന്നുണ്ടോ ഹരീഷ്? മാധു, അഭിലാഷ് ഏറെ പ്രതീക്ഷയിലാണ്. കാസർഗോഡും കണ്ണൂരും കഴിച്ച് അത്യാവശ്യം നല്ല ദം ബിരിയാണി നല്ല കനത്ത് തന്നെ കഴിച്ചിരുന്നു. ഇനി വയനാട്ടിൽ നിന്ന് രാവിലത്തോടെ എത്തി. നല്ല തണുപ്പായിരുന്നു രാവിലെ. ഇപ്പോൾ ഏകദേശം എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കമലേട്ടൻ ഇവിടെ കണ്ടായിരുന്നു, ഇപ്പോൾ കാണുന്നില്ല. ചെമ്പ് പൊട്ടിക്കാനുള്ള പണിയിലാന്ന് തോന്നുന്നു. കമലേട്ടാ, ഇവിടെ ഉണ്ട്. കൊടുവാ. എന്താ അവസ്ഥ? പൊതുവെ നിങ്ങൾ കുറെ നേരമായില്ല ഇത് ആക്കി വെച്ചിട്ട് ഇത് പൊട്ടിക്കാണ്ട് ഇങ്ങനെ കളിക്കുന്നത്. എത്ര നേരം ഈ മണ്ണ് പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക? നേരത്തെ രാവിലെ വന്നപ്പോൾ ഭയങ്കര സങ്കടം. കേസ് ഉണ്ട്, കോടതിയിൽ പോണടാ. ജഡ്ജിയോട് പറഞ്ഞിട്ട് 4 മണിക്ക് ആക്കി വിധി 4 മണിക്ക് ആക്കി. ബിരിയാണി കഴിക്കാൻ വേണ്ടി ജഡ്ജ്മെന്റ് മാറ്റി. അത് കഴിഞ്ഞിക്കണം. മുഖത്ത് നല്ല സങ്കടം. രാവിലെ പോകുമ്പോഴാ ഞാൻ അങ്ങോട്ട് പോകണടാ, കേസിന് പോകണം, എനിക്ക് വയ്യ. ഇപ്പൊ സങ്കടം അറിയില്ലേ? 4 മണി വരെ ഫ്രീ. ഏകദേശം 12 മണിയോട് കൂടി തന്നെ എല്ലാം സെറ്റ് ആയിരുന്നു. കാര്യങ്ങളൊക്കെ സെറ്റാണ്. പക്ഷേ ഈ കാത്തിരിപ്പ് കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. ഈ കാത്തിരിപ്പ് അതല്ല, ജഡ്ജ്മെന്റിന്റെ കാത്തിരിപ്പ് നമുക്കല്ല ബുദ്ധിമുട്ടാണ്. ഈ കാത്തിരിപ്പ് അത് ഐസിക്കും അവർക്കാണ് ബുദ്ധിമുട്ട്. ജമ്മൂട്ടികൾ കാത്തിരിപ്പ്. അപ്പൊ നിലവിൽ എന്തായാലും ഭയങ്കര ഗംഭീരമായിരുന്നു. കാസർഗോഡ് പരിപാടികൾ എല്ലാവരും കണ്ടതാണ്. കണ്ണൂർ പരിപാടി ഗംഭീരമായിരുന്നു. ഇത് ഗംഭീരാവും. നിങ്ങൾക്ക് വയനാട്ടിലെ രുചികളെ പറ്റി നിനക്ക് വലിയ ധാരണ. നീ തിരുവനന്തപുരത്ത് ആ ഭാഗത്ത് മാത്രം കറങ്ങി നടക്കുകയാണ്. ഇവിടെ മുഴുവൻ വൈറലാണ്. ഇവിടുത്തെ രുചികൾ അതിൽ തന്നെ വെറൈറ്റി കാണിച്ചെടുക്കണം. ഇത് കണ്ടോ കണ്ടടാ? കാരണം കാസർഗോഡും കണ്ണൂരും ഇവിടെയായിട്ട് 30-90 മത്സരങ്ങൾ കണ്ടു. ഇതൊരു വെറൈറ്റി നോക്കി ജഡ്ജ്മെന്റിലേക്ക് എത്തുക. അഭിലാഷ്, അത് ഭയങ്കര ഒരു വലിയ സംഭവമായിരുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കാരണം ജഡ്ജസ് വന്നിട്ട് കഴിഞ്ഞിട്ട് അവർ ആദ്യം വരും, കുറേ സ്മെല്ല് ഇങ്ങനെ മണെടുക്കുന്നത് കാണാം. പിന്നെ അവർ ജസ്റ്റ് ഒരു സ്പൂൺ എടുത്ത് കഴിക്കും. അത് കഴിഞ്ഞ് അവരിങ്ങനെ റൗണ്ട് അടിക്കും. അവരൊരു ജഡ്ജ്മെൻറ്റ്, അവർക്ക് നാവിൻ്റെ രുചി, ഒരു കഴിവ്, അത് പറഞ്ഞ് തന്നെ എനിക്ക് പറയാൻ അറിയില്ല. അത് സത്യം പറഞ്ഞു. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ എല്ലാ പ്ലേറ്റിനും വാരിയെടുക്കും, കുറേ കഴിക്കും. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എപ്പോഴും നടക്കുന്നത്. നമുക്ക് തിന്നാൻ മാത്രമല്ല അറിയും, ജഡ്ജ്മെൻ്റ് ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും സംഗതി വെറൈറ്റി എന്ന് പറഞ്ഞാൽ സംഗതി വെറൈറ്റി പ്രോഗ്രാം തന്നെയാണ്. റോസ് ബ്രാൻഡും അതുപോലെ തന്നെ മാതൃഭൂമി ന്യൂസും ചേർന്ന് നടത്തിയ പരിപാടി മെഗാ ഹിറ്റ്. സ്ക്രീനിൽ കണ്ട എൻ്റെ ചെറിയ മോൻ അപ്പച്ചുണ്ടാക്കാൻ തുടങ്ങും. അപ്പൊ കഴിക്കാൻ തുടങ്ങും. ഹരീഷ് ഏട്ടൻ അങ്കിളൊന്നായില്ല. അവന് 3 വയസ്സേ ആയിട്ടുള്ളൂ. ആണ്, ഞാൻ 90 കിട്ടല്ലേ. അപ്പോൾ എന്തായാലും ഇവന്റ് ഗംഭീരമായി പോകുന്നു. നാളെ കോഴിക്കോടാണ് രജിസ്ട്രേഷനിൽ ഏറ്റവും കൂടുതൽ രജിസ്ട്രേഷൻ വന്നത്. 2000 അടുത്ത് രജിസ്ട്രേഷൻ വന്നാണ്. തൊട്ടടുത്ത ദിവസം മലപ്പുറം വരുന്നുണ്ട്. എന്തായാലും തിരുവനന്തപുരം എത്തുമ്പോഴത്തേക്ക് കൊളസ്ട്രോൾ എല്ലാം കൂടി ഞാൻ മരിച്ചു പോയില്ല എന്ന് വിചാരിക്കുക അല്ലേ? അതിപ്പോ ഇത് വേണമെന്നില്ലല്ലോ, അല്ലാണ്ട് നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്തായാലും അഭിലാഷ്, മാധു കഴിയുകയാണെങ്കിൽ കോഴിക്കോടോ അതുപോലെ തന്നെ മലപ്പുറത്തോ എത്താൻ വേണ്ടി ശ്രമിക്കുക. കാരണം കോഴിക്കോടും മലപ്പുറവും ഞാൻ ഭയങ്കര പ്രതീക്ഷയാണ്. കാരണം ഒരു ബിരിയാണിയുടെ നാടാണ് കോഴിക്കോടും. എല്ലാ നാടും ഇപ്പം ഫുഡിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഇവിടെ നമ്മളിപ്പം ഈ ടൂറിസം ഒക്കെ വന്ന ശേഷം വയനാട്ടിലെ രുചികൾ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യപ്പെടുന്നുണ്ടല്ലോ. ബ്ലോഗർമാരാണെങ്കിലും അല്ലാതെ ഇപ്പം നമ്മൾ മുമ്പൊന്നും വയനാട്ടിൽ ഒരുപാട് സിനിമ ഷൂട്ടിംഗ് ഒന്നും നടക്കാറില്ല. ഇപ്പോൾ എപ്പോഴും സിനിമ ഷൂട്ടിംഗ്, സൂപ്പർ താരങ്ങൾ അടക്കം വരുന്നു. അവരൊക്കെ ടൊവിനോ വന്നു. ഇപ്പം വിനീത് ശ്രീനിവാസൻ ഒരു ഭക്ഷണത്തെ പറ്റി മുമ്പ് പോസ്റ്റ് ചെയ്തിട്ട് അതൊക്കെ വൻ ഹിറ്റ് ആയിരുന്നു. അപ്പം അമ്മയുടെ പരിപാടിക്ക് വരെ വയനാട്ടിൽ നിന്നുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. തള്ളി മറക്കിയിട്ടുണ്ട് എന്തായാലും. അപ്പോൾ എന്തായാലും നാളെ കോഴിക്കോട്ടേക്ക് പറ്റുകയാണെങ്കിൽ എത്തിക്കൊള്ളുക അല്ലേ മാധു, അഭിലാഷൊക്കെ? അവര് വേണമെങ്കിൽ വന്ന് കഴിച്ചോട്ടെ. കഴിഞ്ഞ കാര്യമില്ല. ഇവിടെ ടെൻഷനിലാണ്. ദമ്മ് പൊട്ടിക്കാൻ ദമ്മ് പൊട്ടിക്കൂ ചോദിച്ചാൽ, പക്ഷെ ആരും ദമ്മ് പൊട്ടിച്ചിട്ടില്ല. ദമ്മ് എന്തായാലും ഏകദേശം 1 മണി കൂടി പൊട്ടിക്കും. കഴിയണ്ടേ? ഒന്നാം സമ്മാനം 25,000 രൂപ ജില്ലാ തലത്തിൽ. അതുപോലെ തന്നെ 15,000 രൂപ രണ്ടാം സ്ഥാനം, മൂന്നാം സ്ഥാനം 10,000 അങ്ങനെ പോകുന്നു. പിന്നെ അതിൽ തന്നെ സ്റ്റേറ്റ് വഴി എത്തുമ്പോൾ 5 ലക്ഷമാണ്. KBQ കേരള ബിരിയാണി ക്യൂൻ ഫെസ്റ്റ് രാജ്ഞി ആരാണെന്ന് വരും ദിവസങ്ങളിൽ അറിയാം. എന്തായാലും മത്സരം കടുക്കുന്നു. എൻ്റെ പോളിംഗും കടുത്തുകൊണ്ടിരിക്കുകയാണ് അഭിലാഷ്, മാധു. ഈ ബിരിയാണി ദമ്മ് പൊട്ടിക്കാൻ കാത്തിരിക്കുന്ന മനുഷ്യരോടാണ് നിങ്ങൾ IC ബാലകൃഷ്ണന്റെ ജാമ്യത്തെ പറ്റി നേരത്തെ സംസാരിച്ചത്. അല്ല എന്റെ എപ്പോഴത്തെ ഒരു സംശയം, ഇപ്പോൾ 2000 രജിസ്ട്രേഷൻ ഉണ്ടോ? അപ്പോൾ 2000 പേര് വെക്കുന്ന ബിരിയാണിയിൽ നിന്ന് ഒരാളുടെ ബിരിയാണി ഏറ്റവും ബെസ്റ്റ് ആണെന്ന് എങ്ങനെയാണ് കണ്ടെത്തുന്നത്? എനിക്ക് മനസ്സിലായിട്ടില്ല, ഹരീഷിനും മനസ്സിലായിട്ടില്ല. ആരോട് ചോദിക്കും? ഹരീഷിന് ആകെ മനസ്സിലായിട്ടുള്ള കാര്യം ദമ്മ് പൊട്ടിക്കുന്ന സമയം മാത്രമാണ്. അതിങ്ങനെ നോക്കിയിരിക്കുക, കഴിക്കുക എന്നുള്ള രീതിക്കാണ്. മറ്റുള്ളവരൊക്കെ അതിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളാണ്. അവരതിന്റെ മണം നോക്കുന്നു, രുചി നോക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള കൃത്യമായ വിധി നിർണ്ണയമാണ് ഉണ്ടാവുക.